വിശാലമായ മീറ്റിംഗ് ഹാളിന്റെ മധ്യഭാഗത്ത് നിന്ന് അവളുടെ കവിളിൽ അവൻ ദേഷ്യത്തോടെ ആഞ്ഞടിച്ചു. അവന്റെ കരുത്തുറ്റ കൈകളുടെ ബലത്തിൽ ഈർക്കിൽ പോലിരുന്ന പെണ്ണ് അവിടെ നിരത്തിയിട്ടിരുന്ന കസേരകൾക്ക് നടുവിലേക്ക് മലർന്നടിച്ചു വീണു. എന്നിട്ടും കലി തീരാതെ അവൻ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെയും വലിഞ്ഞു മുറുകിയ മുഖത്തോടെയും അവളുടെ അടുത്തേക്ക് ചെന്നു. നിലത്ത് കിടന്ന അവളുടെ വലതു കൈകളുടെ തോളിന് താഴെ പിടിച്ചു തൂക്കിയെടുത്തു. ഞാൻ പറഞ്ഞ അത് അനുസരിക്കാൻ നിനക്കെന്താടി ഒരു മടി? അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവൻ ചോദിച്ചു. അപ്പോഴും പേടിയോടെ വിറക്കുകയായിരുന്നു അവൾ. സർ, പ്ലീസ് എന്നെ വെറുതെ വിടണം. പേടിയോടെ അവൻ്റെ മുന്നിൽ നിറകണ്ണുകളോടെ യാചിച്ചു അവൾ. വൈക, ഡോണ്ട് മേക്ക് ദ ആംഗ്രി. നിന്റെ ഈ പൂങ്കണ്ണീരിൽ വീഴാൻ ഞാൻ നിന്റെ ബോസ് ശരണല്ല. അവളുടെ ഇരു തോളിലും കൈമുറുക്കിക്കൊണ്ട് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവനെ ഏൽപ്പിക്കുന്ന വേദന കടിച്ചു പിടിച്ചവൾ അവൻ്റെ മുന്നിൽ നിന്നു. കണ്ണുനീർ അപ്പോഴും തോർന്നിരുന്നില്ല. സർ, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ കാലു പിടിക്കാം. എൻ്റെ ജീവിതം നശിപ്പിക്കരുത് സർ, പ്ലീസ്. അവൻ്റെ കൈകളിലൂടെ ഊർന്നിറങ്ങി അവൻ്റെ കാൽ പിടിച്ചുകൊണ്ടിരുന്ന അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആളറിയാതെ ഇത്രയും പേരും പെരുമയും പ്രശസ്തിയുമുള്ള എന്നെ, അതും എൻ്റെ കമ്പനി എംപ്ലോയീസിൻ്റെ മുന്നിൽ വെച്ച് അപമാനിച്ച് നിന്ന് ഞാൻ വെറുതെ വിടാനോ? ഒരിക്കലുമില്ല വൈക. അത് ഞാൻ മറക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്തിരിക്കണം. അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വന്യമായ നോട്ടത്തോടെ പറഞ്ഞു അവൻ. സർ, എനിക്കതിന് കഴിയില്ല. പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ അറിയാതെ പറഞ്ഞു പോയി വൈക. വാട്ട്? കഴിയും വൈക? നീ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ കാലു പിടിക്കായെന്ന്? അതെ, അതുതന്നെയാ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. പരമാവധി ദേഷ്യം കുറിച്ച് അവളെ തുറിച്ചു നോക്കി പറയുന്ന അവനെ അവൾ സംശയത്തോടെ നോക്കി. വൈകദുർഗ എന്ന നീ അഗ്നിദേവ ഇൻഡസ്ട്രീസിനെ CEO ആയ ശിവദേവ് ശ്രീനിവാസന്റെ, അതായത് വെറുമൊരു PA ആയ നീ നാളെ മുതൽ എൻ്റെ ഭാര്യയായിരിക്കും. അത് വെറും 1 വർഷത്തെ കരാറിൻ്റെ പുറത്ത്. അവളെ നോക്കി ചുണ്ടിൽ വിരിഞ്ഞ് പരിഹാസ ചിരിയോടെ പറയുന്ന അവനെ ഞെട്ടലോടെ നോക്കിയവൾ. അപ്പം നാളെ ഈ ശിവദേവ് ശ്രീനിവാസന്റെ ഭാര്യയാവാൻ തയ്യാറായിക്കോളൂ വൈകദുർഗ. അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്ന് അവളുടെ കഴുത്തിലേക്ക് കടിച്ചുകൊണ്ട് വിട്ടുമാറി നിന്നവൻ പറഞ്ഞു. അവളെ ഏൽപ്പിച്ച മുറിവിൽ അവൻ അറിയാതെ നിലവിളിച്ചു പോയി. ഇത് നാളെ വരെ എന്നെ മറക്കാതിരിക്കാൻ. ബാക്കി പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേയുള്ളൂ. അവളുടെ സാരിയിൽ കൈക്കിടത്തി പൊക്കിളിൽ വിരലമർത്തിക്കൊണ്ട് പറഞ്ഞു ശിവൻ. തട്ടലോടെ ഒന്ന് ഏങ്ങിക്കൊണ്ട് അവനെ നോക്കി അവൾ. അപ്പോഴേക്കും അവളെ നോക്കി വശ്യമായി ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നിരുന്നു ശിവൻ. അവൻ പോയതും ഉള്ളിൽ നിറഞ്ഞ ഭയത്തോടെ മുഖം പൊത്തി കരഞ്ഞോണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു പെണ്ണ്. വൈകിട്ട് ശിവൻ കൊടുത്ത ജോലിയൊക്കെ തീർത്ത് പോകാൻ ഇറങ്ങവെയാണ് പുറകിൽ നിന്നും സ്നേഹയുടെ വിളി കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കവേ സ്നേഹ അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു. എന്താ സ്നേഹ? നെറ്റിച്ചുളിച്ചുകൊണ്ട് വൈക അവളുടെ മുഖത്തേക്ക് നോക്കി പതിയെ ചോദിച്ചു പോയി. താൻ പോകാറായോ? സാർ തന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ക്യാബിനിലുണ്ട്, ചെല്ല്. സ്നേഹ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങി. എന്തിനായിരിക്കും അയാൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്? എൻ്റെ മഹാദേവ, അതോർത്തിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. എന്തായാലും പോയി നോക്കാം. ഉള്ളിൽ ഭയം നിറഞ്ഞെങ്കിലും പോകാതിരുന്നാൽ അയാൾ മറ്റെന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയത്തിൽ അവൾ അവൻ്റെ ക്യാബിനിലേക്ക് നടന്നു. അവൾ മുന്നോട്ട് നടക്കുമ്പോൾ കണ്ടിരുന്നു ജോലി കഴിഞ്ഞ് തിരികെ പോകുന്ന മറ്റ് സ്റ്റാഫുകളെ. ഒപ്പം ഓരോ സെക്ഷനിലുള്ള ലൈറ്റ്സും ഫാനും ഓഫ് ചെയ്യുന്ന അറ്റൻഡേഴ്സിനെയും. അവർക്കെല്ലാം ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവൾ ശിവന്റെ ക്യാബിന് പുറത്തെത്തി അകത്തെ ഗ്ലാസ്സിലൂടെ കണ്ണോടിച്ചു. അവൻ ചെയറിലിരുന്ന് ആരോടോ ഫോണിൽ സംസാരിക്കുമായിരുന്നു. അതിനാൽ അവൾ അല്പനേരം വെയിറ്റ് ചെയ്തു. അവൻ്റെ ഫോൺ വിളിയെ തടസ്സപ്പെടുത്തിയാൽ ഇനി അത് മതി ഉറഞ്ഞു തുള്ളാനെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഫോൺ ചെയ്യുന്നതിനിടയിൽ മുന്നിലിരുന്ന ലാപ്പിലൂടെ CCTV ദൃശ്യങ്ങൾ മിന്നുമറഞ്ഞുകൊണ്ടിരുന്നു. അവനൊപ്പം തന്നെ പുറത്ത് അക്ഷമയോടെ കാത്തു നിൽക്കുന്ന വൈകയെയും. അവളുടെ ഓരോ ഭാവം വീക്ഷിച്ചുകൊണ്ട് ശിവൻ പതിയെ ചെയറിൽ നിന്നും എഴുന്നേറ്റ് ഡോർ ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴും ഫോണിൻ്റെ മറുവശത്ത് നിന്നും കേൾക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തിരുന്നു. വൈക പേടിയോടെ ഇടയ്ക്കിടെ വാച്ചിലേക്ക് നോക്കുന്നുണ്ട്. നേരം ഒത്തിരിയായാൽ തൻ്റെ ബസ് മിസ്സാകുമോ എന്ന ഭയമായിരുന്നു അവളിൽ. പെട്ടെന്ന് ഡോറ് തുറന്നതും ശിവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് കയറ്റി ഡോറടച്ച് ലോക്കിട്ടു. പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ അവളൊന്ന് ഞെട്ടിപ്പോയിരുന്നു. അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കവേ അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് അവളുടെ ഗന്ധം ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അവൾ പേടിയോടെ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഇടത് കൈ അവളുടെ ഇടുപ്പിൽ മുറുകിയതും അവളൊന്ന് ഏങ്ങിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് ഞെട്ടലോടെ നോക്കി.
സർ പ്ലീസ്. അവൻ്റെ കൈയുടെ ചലനത്തിൻ്റെ ഗതി മാറുന്നതും മനസ്സിലായപ്പോൾ ഞെട്ടലോടെ അവൾ വിളിച്ചു. ഷ്. അവളുടെ ചുണ്ടിൽ വിരൽ ചേർത്തുകൊണ്ട് പറഞ്ഞു. രാഘവ്, ഐ കോൾ യു ലേറ്റർ. ഫോണിലൂടെ സംസാരിച്ച വ്യക്തിയോട് പറഞ്ഞുകൊണ്ട് അവൻ അവളിൽ നിന്നും വിട്ടുമാറി. ഫോൺ ടേബിളിൽ വെച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞു. അവൻ അപ്പോഴും പേടിയോടെ കണ്ണു നിറച്ച് നിൽക്കുമായിരുന്നു. വൈക, ഇവിടെ വന്നിരിക്കുക. അവൻ്റെ അലർച്ച കേട്ടൊന്ന് പേടിച്ച് അവൾ ചെയറിൽ വന്നിരുന്നു. അപ്പം നാളെ എൻ്റെ ഭാര്യ അവൻ റെഡിയായിക്കോ, മറക്കണ്ട. എങ്ങാനും രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ച അവിടെ വന്ന് നിന്നെ ഞാൻ തൂക്കിയെടുത്തുകൊണ്ട് വരും. അറിയാലോ നിനക്കെന്നെ, അത് മറക്കണ്ട. അവൻ അവളുടെ പിൻകഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് പതിയെ പറഞ്ഞു. ഒന്നും മിണ്ടാതെ കണ്ണുനീരൊഴുക്കാൻ മാത്രമേ ആ പെണ്ണിന് കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അവൻ തലചരിച്ച് അവളുടെ കവിളിൽ മുത്തിക്കൊണ്ട് അടർന്നു മാറി. പൊക്കോ. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ജീവൻ തിരിച്ചു കിട്ടിയ പോലെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി. അവൻ ഒരു ചിരിയോടെ ചെയറിലേക്കിരുന്നു. ഓഫീസിൻ്റെ ഇടനാഴിയിലൂടെ നടക്കുമ്പോഴും അവളുടെ ഉള്ളിൽ അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങോട്ടുന്നില്ലാതെ അവൾ നടന്നു നീങ്ങി. ഒടുവിൽ എങ്ങനെയൊക്കെയോ ബസ് സ്റ്റോപ്പിലെത്തി. ഇരുട്ട് മൂടിയിരുന്നു. സാധാരണ പോകുന്ന ബസ് പോയിരുന്നു. അവൾ ഒരു ശില കണക്കെ ബസ് സ്റ്റോപ്പിലിരുന്നു. വൈകമോളെ, എന്നത്തെ വൈകിയത് ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ? ബസ് പോയല്ലോ. തൊട്ടടുത്ത ഷോപ്പിൽ ജോലിക്ക് പോകുന്ന ജയ അവളോട് ചോദിച്ചു. കുറച്ച് തിരക്കുണ്ടായിരുന്നു ചേച്ചി, അതാ. അവർക്ക് വാടിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ അവരോടായി മറുപടി നൽകി. എന്തു പറ്റുമോളെ, മുഖമെല്ലാം വല്ലാതെ, സുഖമില്ലേ? സംശയത്തോടെ ജയ അവളോടായി ചോദിച്ചു. തലവേദനയാ, അതിൻ്റെയാ? പെട്ടെന്നിൽ വായിൽ വന്നത് വിളിച്ചു പറഞ്ഞവൾ. അപ്പോഴേക്കും ബസ് വന്നിരുന്നു. അവൾ അതിൽ കയറി. അവളുടെ ഒപ്പം തന്നെ ജയയും അതിൽ കയറിയിരുന്നു. ഒടുവിൽ സ്റ്റോപ്പ് എത്തിയതും ജയയോട് പറഞ്ഞവൾ ഇറങ്ങി വീട് ലക്ഷ്യം വെച്ച് നടന്നു. മുന്നോട്ട് നടക്കുമ്പോഴും മനസ്സിവിടൊന്നും ആയിരുന്നില്ല. നാളെ എന്താകുമെന്നറിയാതെ ഉഴയുമായിരുന്നു അവളുടെ മനസ്സ്. ദേവർ മഠം. അവൾ മുറ്റത്തേക്ക് കയറിയതും കണ്ടു ഉമ്മറത്ത് തന്നെ കാത്തിരുന്ന അമ്മയെയും സുഖമില്ലാത്ത ഏട്ടനെയും. അവൾ തൻ്റെ വിഷമങ്ങൾ മറച്ചുവെച്ച് കണ്ണുകൾ അമർത്തി ഷാളുകൊണ്ട് തുടച്ച് അവരുടെ അടുത്തേക്ക് നടന്നു. ഹായ്, വൈക വന്നേ. അവളെ കണ്ടതും വൈശാഖ്, അവളുടെ ഒരേ ഒരു സഹോദരൻ, കൈകൊട്ടിക്കൊണ്ട് കസേരയിൽ നിന്നും ചാടി എണീറ്റു. ഏട്ടാ, പതിയെ. അവൾ ആവലാതിയോടെ അവൻ്റെ അടുത്തേക്ക് ചെന്നതും അവൻ ചിരിയോടെ അവളുടെ കവിളിൽ തൊട്ടു. അമ്മ ദുഃഖത്തോടെ ആ കാഴ്ച നോക്കി നിന്നു. നീ എന്താ മോളെ വൈകിയേ? അവളുടെ ബാഗ് കയ്യിൽ വാങ്ങിക്കൊണ്ട് അമ്മ അവളോടായി ചോദിച്ചു. കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു അമ്മ. അമ്മയുടെ ചോദ്യം കേട്ടതും അവിടെ നടന്നതെല്ലാം മനസ്സിലേക്ക് ഓടിയെത്തിയതും അവളത് മറച്ചു പിടിച്ച് മറുപടി നൽകി. വാ. അമ്മ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. വൈഗ അവനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ദേവർ മഠം, അതാണ് വൈഗയുടെ ലോകം. അമ്മ ദേവകി, അച്ഛൻ രുദ്രനാഥ്. വൈഗയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. പിന്നീട് അവരെ നോക്കിയതെല്ലാം ദേവകി വീട്ടുജോലിക്ക് പോയിട്ടായിരുന്നു. ശേഷം വൈശാഖ് പഠിച്ചൊരു കമ്പനിയിൽ ജോലി വാങ്ങി. അതോടെ അവൻ ദേവകിയെ ജോലിക്ക് പോകുന്നതിൽ നിന്നും വിലക്കി. പിന്നീട് അവരുടെ വീട് ഒരു സ്വർഗമായിരുന്നു. പക്ഷേ ഒരിക്കൽ രാത്രി വൈശാഖിനൊരു ആക്സിഡന്റ് ഉണ്ടായി. തലയിൽ സാരമായ ക്ഷതമേറ്റതിനാൽ അവൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടു. ഒപ്പം കുട്ടികളെ പോലെ പെരുമാറാൻ തുടങ്ങിയിരുന്നു. ഓപ്പറേഷൻ നടത്തി അവനെ തിരികെ കൊണ്ടുവരാം. പക്ഷേ ഒരുപാട് പൈസയാവും. അതിനുവേണ്ടിയാണ് അവൾ ശിവന്റെ കമ്പനിയിൽ അവൻ നൽകുന്ന ശിക്ഷ ഏറ്റുവാങ്ങി കടിച്ചു പിടിച്ച് നിൽക്കുന്നത് പോലും. വൈകി ഫ്രഷായി വരുമ്പോഴേക്കും അമ്മ കഴിക്കാനുള്ള കഞ്ഞി ടേബിളിൽ എടുത്തു വെച്ചിരുന്നു. അവൾ സോഫയിലേക്ക് തലചരിച്ചു നോക്കി. പ്രതീക്ഷിച്ച പോലെ സോഫയിലിരുന്ന് വൈശാഖ് നോക്കുന്നു. അവൾ ടേബിളിൽ അമ്മ കൊണ്ടുവച്ച കഞ്ഞിയും അച്ചാറും എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഏട്ടാ. അവനെ തട്ടി വിളിച്ചതും അവളുടെ ശബ്ദം കേട്ടവൻ പെട്ടെന്ന് കണ്ണു തുറന്നു. വൈക. അടഞ്ഞു പോകുന്ന കണ്ണുകൾ ആയാസപ്പെട്ട് വലിച്ചു തുറന്നുകൊണ്ട് അവൻ അവളുടെ തോളിലേക്ക് ചാരി. ഏട്ടൻ എണീറ്റ്, ഇത് കഴിച്ചിട്ട് നമുക്ക് മരുന്ന് കഴിക്കണ്ടേ? എന്നാലല്ലേ ഏട്ടൻ്റെ അസുഖം മാറുകയുള്ളൂ. എണീക്കേട്ടാ. ഒരു കൈ കൊണ്ട് അവൻ്റെ കവളിൽ തലോടി പറയവേ അവൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. അവൾ ഒരു ചിരിയോടെ കഞ്ഞിക്കോരി ശ്രദ്ധയോടെ അവൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. അവൻ ഉറക്കം തൂങ്ങിക്കൊണ്ട് അത് കഴിച്ചു. ഒരു വിധത്തിൽ അവനെ കഴിപ്പിച്ചവൾ അവൻ്റെ വാ കഴുകി. വീണ്ടും ഉറക്കം തൂങ്ങുന്നവനെ ഒരു വിധത്തിൽ മരുന്ന് കൊടുത്തവൾ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തി ഉറക്കി. അല്പനേരം അവൻ്റെ മുടിയിൽ തലോടിയവൾ അവനെ തന്നെ നോക്കിയിരുന്നു. ഏട്ടാ, നാളെ ഏട്ടൻ്റെ കുഞ്ഞനുജത്തി പോകുക. ഞാൻ പോയ ഏട്ടൻ അമ്മ പറയുന്നതൊക്കെ കേൾക്കണം. നല്ല കുട്ടിയായിട്ടിരിക്കണം. എങ്ങനെയെങ്കിലും ഏട്ടൻ്റെ ചികിത്സയ്ക്കുള്ള പൈസ ഉണ്ടാക്കും ഞാൻ. എന്നിട്ട് എൻ്റെ ഏട്ടനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. എൻ്റെ പഴയ ഏട്ടനായിട്ട്. ഒരിക്കലും എന്നോട് പിണങ്ങല്ലേ ഏട്ടാ.
കണ്ണു നിറച്ചുകൊണ്ട് അവൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി അവൾ അവനെ പുതപ്പിച്ചെഴുന്നേറ്റു. പക്ഷേ അവളുടെ കൈ വൈശാഖ് മുറുകെ പിടിച്ചിരുന്നതിനാൽ അവൾ ഒരു ചിരിയോടെ അവൻ്റെ അടുത്തിരുന്നു. വൈഗ അവളെ കാണാതെ കന്യയുമായി മുറിയിലേക്ക് വന്നിരുന്നു. വൈഗ, ആഹാ, ഇവിടെ തന്നെ ഇരിക്കുവാണോ? മോളൊന്നും കഴിച്ചില്ലല്ലോ, വന്നേ കഴിക്ക്, അമ്മ സ്നേഹത്തോടെ അവളുടെ തലയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അമ്മയുടെ മനസ്സിലും വേദനയായിരുന്നു ആ നിമിഷം. ഏട്ടൻ വിടുന്നില്ല അമ്മ, എനിക്ക് വേണ്ട, അമ്മ കഴിച്ചോളൂ. ഉള്ളിൽ നുരിഞ്ഞു പൊന്തിയ സങ്കടം മറച്ചുകൊണ്ട് അവൾ പറയവേ കയ്യിലിരുന്ന കഞ്ഞി സ്പൂണിൽ കോരി അവളുടെ നേർക്ക് നീട്ടിയിരുന്നു അമ്മ. അവൾ നിറഞ്ഞ മിഴികളോടെ വാ തുറന്നു കൊടുത്തു. ഒരു പുഞ്ചിരിയോടെ അമ്മ അവൾക്കത് വാരിക്കൊടുത്തു. തിരികെ പോകാൻ ഒരുങ്ങിയതും അവൾ അമ്മയുടെ കയ്യിൽ പിടിച്ചു. എന്താടാ? അമ്മ പുഞ്ചിരിയോടെ ചോദിച്ചു. എനിക്ക് അമ്മയോട് കുറച്ച് സംസാരിക്കണം. അത്രമാത്രം പറഞ്ഞവൾ പതിയെ വൈശാഖിൻ്റെ കൈ പിടിച്ച് പതിയെ എഴുന്നേറ്റ് മുറിക്ക് പുറത്തേക്ക് പോയി. പിന്നാലെ സംശയത്തോടെ അമ്മയും. എന്താ മോളെ? അവളുടെ അടുത്തായി സോഫയിലിരുന്നുകൊണ്ട് അമ്മ ചോദിച്ചു. അവൾ അമ്മയെ ഒന്ന് നോക്കി ശിവൻ പറഞ്ഞതും ഇത്രയും നാളും അവൻ തന്നോട് ചെയ്തതുമെല്ലാം അമ്മയോട് പറഞ്ഞു. ഞെട്ടലോടെല്ലാം കേട്ടിരിക്കാൻ മാത്രമേ ആ അമ്മയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അമ്മ, ഞാനെന്താ വേണ്ടതെന്ന് എനിക്കറിയില്ല. ഏട്ടനെ ഓർക്കുമ്പോൾ ഉള്ളിലെ സങ്കടം സഹിക്കാനാവാതെ അവൾ അമ്മയെ ചുറ്റി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. മോള് കരയാതെ ഈ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എൻ്റെ പൊന്നുമോൾക്ക് ഇങ്ങനെ ഒരു ഗതി വരാൻ ഞാൻ അനുവദിക്കില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾക്കിടയിലും ഉറച്ച ശബ്ദത്തോടെ അവർ പറഞ്ഞിരുന്നു. ആ സമയം അമ്മയുടെ ആ വാക്കുകൾ അവൾക്ക് ആശ്വാസമായി. അന്ന് അമ്മയിൽ നിന്നകലാതെ ആ മാറിൻ ചൂടിൽ സമാധാനത്തോടെ അവൾ ഉറങ്ങി. പക്ഷേ ആ അമ്മയ്ക്ക് ഉറങ്ങാനായിരുന്നില്ല. നാളെ എന്തെന്ന ചിന്ത അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ഇന്ന് നേരത്തെ എത്താറുള്ള വൈകി എത്താത്തതിൽ സ്നേഹ പേടിയോടെ ഷോളിൽ കൊരുത്ത് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെരുകിനെ പോലെ നടക്കുമായിരുന്നു. എന്താ സ്നേഹ, താനെന്തിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നേ? അവളുടെ നടത്തം കണ്ട് ശരത്ത് സംശയത്തോടെ ചോദിച്ചു. വൈകി എത്തിയിട്ടില്ല ശരത്ത് സാർ, ഇപ്പോൾ വരുമ്പോൾ ഇവിടെ അവളെ കണ്ടില്ലെങ്കിൽ പിന്നെ ഉറഞ്ഞതുള്ളൂ, അതാണ് പേടി. അയ്യോ, അവൾ ഇതുവരെ എത്തിയില്ലേ? വിളിച്ചു നോക്കിയായിരുന്നില്ലേ? അവനും പേടിയോടെ ചോദിച്ചു. ഫോൺ ഓഫാണടാ, ഞാൻ വിളിച്ചു നോക്കി. അവൾ പറഞ്ഞ് നാമ വായിലേക്കിട്ടതും അവരുടെ മുന്നിലേക്ക് ഒരു വൈറ്റ് കളർ ഓടി കാർ വന്നു നിന്നു. എൻ്റെ ദൈവമേ, തീർന്നു. സ്നേഹ പേടിയോടെ കാറിലേക്ക് നോക്കി. അവൾ വിറക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും സെക്യൂരിറ്റി ഓടി വന്ന് ഡോറ് തുറന്നു കൊടുത്തു. അവൻ പതിയെ പുറത്തേക്കിറങ്ങി അവൻ വൈകിക്കായി കണ്ണുകൾ കൊണ്ട് പരതിയിട്ടും കാണാതെ വന്നതും അവൻ്റെ മുഖഭാവം മാറാൻ തുടങ്ങി. സ്നേഹ, അതൊരലർച്ചയായിരുന്നു. അവൾ പേടിയോടെ അവൻ്റെ അടുത്തേക്ക് ഓടി. വേറുഷി, അതൊരലർച്ചയായിരുന്നു. ദേഷ്യത്തോടെ കണ്ണിൽ വെച്ചിരുന്ന ഗ്ലാസ് ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ അവൾ പേടിയോടെ നോക്കി. സർ, വൈകി എത്തിയിട്ടില്ല. അവൾ പറഞ്ഞു തീരും മുൻപേ അവൻ ദേഷ്യത്തോടെ തൻ്റെ കാറിൽ കയറി വണ്ടി ഓടിച്ചു പോയിരുന്നു. സെക്യൂരിറ്റീസും എംപ്ലോയീസും പരസ്പരം നോക്കി അവരുടെ ജോലിയിലേക്ക് കടന്നു. ഷോ, ഈ പെണ്ണ് ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോണേ? എൻ്റെ ഈശ്വര, കാത്തോളണേ. സ്നേഹപേടിയോടെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. രാവിലെ എണീറ്റപ്പോഴാണ് അമ്മ പറഞ്ഞത് മോളിനി മുതൽ ജോലിക്ക് പോവണ്ടായെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, വൈശാഖിൻ്റെ പിന്നാലെ നടന്നു. എങ്കിലും ഇടയ്ക്ക് ശിവന്റെ വാക്കുകളും ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയ മുഖവും മനസ്സിൽ തെളിയുമ്പോൾ വല്ലാതെ പേടി തോന്നിയിരുന്നു അവൾക്ക്. ആഹാരം കഴിക്കുന്നതിനിടെ ഉമ്മറത്തേക്ക് ഓടിയ വൈശാഖിൻ്റെ പിന്നാലെ ഓടുകയായിരുന്നു വൈഗ. ഏട്ടാ നിന്നേ, ദാ ഇതുകൂടി, ഇല്ലെങ്കിൽ ഏട്ടൻ്റെ വൈഗ മിണ്ടൂല, പിന്നെ വൈകയും കഴിക്കില്ല, സത്യം. അവൾ എന്തൊക്കെയോ പറയുന്നു. അവനെ നോക്കി മുഖം വീർപ്പിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. അല്പനേരം എന്തോ ഓർത്തു നിന്ന ശേഷം അവനും അവളുടെ പിന്നാലെ ഓടി. ഈ സമയം ശിവന്റെ വാഹനം ഒരു ഇരുമ്പലോടെ അവളുടെ വീടിന് മുന്നിലെത്തി. അതിൽ നിന്നും ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ശിവൻ പുറത്തേക്കിറങ്ങി. മുറ്റത്ത് ആരെയും കാണാതെ അവൻ ഉമ്മറത്തേക്ക് ചെന്നു. അവിടെ ഒരു പഴയ ചാരു കസേര മാത്രം. അവളെ കാണാത്തതിൻ്റെയും തന്നെ അനുസരിക്കാതെ അവൾ തന്നിൽ നിന്നും ഓടി ഒളിക്കുന്നതിൻ്റെയും ഉള്ള ദേഷ്യമായിരുന്നു അവനിൽ. വൈഗ, അലർച്ചയോടെയുള്ള ശിവന്റെ ശബ്ദം കേട്ടതും വൈശാഖിന് ആഹാരം വാരി കൊടുത്തുകൊണ്ടിരുന്ന വൈഗ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ശിവന്റെ അലർച്ച കേട്ട് പേടിച്ച വൈഗയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് താഴേക്ക് പതിച്ചു. അവൾ ഞെട്ടലോടെ ഉമ്മറത്തേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയതും ദേവിക അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു വെച്ചു. അവൾ പേടിയോടെ വിറയ്ക്കുകയായിരുന്നു ആ നിമിഷം. മോള് അകത്തു പോ, വൈദ്യുനെയും കൂട്ടിക്കോ, ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അമ്മ ഉമ്മറത്തേക്ക് ചുവടുകൾ വെച്ചു. അവളിൽ അപ്പോഴും വിറയിലായിരുന്നു. വൈഗ അമ്മയെ ഒന്ന് നോക്കിയത് ശേഷം വൈദ്യുവിനെയും കൂട്ടി അകത്തേക്ക് പോയി. അപ്പോഴും ഒന്നും അറിയാതെ അവളുടെ കൈക്കുള്ളിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ നടക്കുമായിരുന്നു വൈദ്യു.
ഉമ്മറത്ത് മുഷ്ടി ചുരുട്ടി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നിൽക്കുന്ന ശിവന്റെ മുന്നിലേക്ക് ദേവകി അടിവെച്ചു. അവരെ കണ്ടതും അവൻ സംശയത്തോടെ നോക്കി. ആരാ? എന്തു വേണം? ഇഷ്ടക്കേടോടെ അല്പം കടുപ്പത്തിൽ തന്നെ ദേവകി അവനിൽ നിന്നും ദൂരേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ആരാണെന്നും എന്തിനാ വന്നതെന്നും ഞാൻ പറയുന്നതിനല്ല നല്ലത് അവൾ പറയുന്നതല്ലേ. നിങ്ങളുടെ മകൾ വൈഗ. കണ്ണിലെ ഗ്ലാസ് ഊരി മാറ്റി അവരുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി ശിവൻ മറുപടി നൽകി. അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ പറഞ്ഞാലും മതി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ദേഷ്യത്തിൽ ദേവകി പറഞ്ഞു. ശരി, നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയാം. ഐ ആം ശിവദേവ് ശ്രീനിവാസൻ, CEO ഓഫ് അഗ്നിദുർഗ ഇൻഡസ്ട്രീസ്. ഞാനിവിടെ വന്നത് എൻ്റെ PA ആയി വർക്ക് ചെയ്തിരുന്ന മിസ് വൈഗദുർഗയെ കൊണ്ടുപോകാനാണ്. ദേവകിയുടെ മുഖത്തുറ്റു നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ അവൻ പറഞ്ഞു. എവിടേക്ക്? ദേവകി നെഞ്ചത്ത് കൈ പിണച്ചു കെട്ടി ഒരു കൂസലുമില്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ ചോദിച്ചു. വാട്ട് ദ ഹെൽ? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം വളർന്നോ? ദേവകിയെ നോക്കി ദേഷ്യത്തോടെ അലറിയവൻ. തീർച്ചയായും ഞാൻ പ്രസവിച്ച എൻ്റെ മകളാണ് വൈഗ. അപ്പം ഞാൻ ചോദിക്കും, അവളെ എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോകുമെന്ന് എന്നെ വെല്ലുവിളിച്ച എവിടേക്കാണെന്ന് ഞാൻ ചോദിച്ചിരിക്കും. അതെൻ്റെ അവകാശമാണ് മിസ്റ്റർ ശിവദേവ് ശ്രീനിവാസൻ. അവനെ നോക്കി അല്പം ദേഷ്യത്തോടെ തന്നെ ദേവകി മറുപടി പറഞ്ഞു. നിങ്ങൾക്കെന്നെ അറിയില്ല. ഞാനിവിടെ വന്നത് അവളെ കൊണ്ടുപോകാനാണെങ്കിൽ കൊണ്ടുപോയിരിക്കും. ഇത് ശിവന പറയുന്നത്. നിങ്ങൾക്ക് കാണണോ? കടുപ്പിച്ച് തന്നെ ദേവകിയുടെ മുഖത്തേക്ക് നോക്കി. അവനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതുവരെയും ആരുടെയും മുന്നിൽ തലകുനിക്കാത്തവൻ ഇവിടെ താഴുകയോ അതൊരിക്കലും അവന് ചിന്തിക്കാൻ കഴിയുന്നതായിരുന്നില്ല. വൈഗ? അവൻ ദേവിയെ ഒന്ന് നോക്കി അലറി. മുറിയിൽ വൈദുവിനെ കെട്ടിപ്പിടിച്ചിരുന്ന വൈഗ ഞെട്ടലോടെ അല്പം കൂടി അവനോട് ചേർന്നിരുന്നു. നിൽക്ക്! വീടിനുള്ളിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരുങ്ങിയ ശിവനെ തടഞ്ഞുകൊണ്ട് ദേവകി അവൻ്റെ മുന്നിൽ കയറി നിന്നു. എൻ്റെ വഴി തടയാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പ്രായത്തിന് മുതിർന്നതാണെന്നുള്ള കാര്യം ചിലപ്പോൾ ഞാൻ മറന്നിരിക്കും. അവരെ നോക്കി താക്കിയതോടെ പറഞ്ഞുകൊണ്ട് ശിവൻ ഇടത് കൈകൊണ്ട് അവരെ തള്ളി മാറ്റി അകത്തേക്ക് കയറി. വൈഗ, വേർ ആർ യു? ഞാൻ നിന്നെ പിടിച്ച പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നിനക്കൊരു മോചനം ഉണ്ടാവില്ലെന്ന് അറിയാലോ നിനക്ക്. അതോർത്ത് വേണം ഒളിച്ചിരിക്കാൻ. അവൻക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മര്യാദയ്ക്ക് എൻ്റെ മുന്നിലേക്ക് വരുന്നതാണ് നിനക്ക് നല്ലത്. ദേഷ്യത്തോടെ തന്നെ കയ്യിലെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് ശിവൻ ഉച്ചത്തിൽ പറഞ്ഞു. ദേവകി പിന്നാലെ ചെല്ലുമ്പോഴേക്കും അവൻ വൈഗയുടെ മുറിയിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. അകത്തേക്ക് കയറിയതും ശിവന്റെ കണ്ണുകൾ ചെന്ന് പതിച്ചത് വൈദുവിനെയും ചുറ്റിപ്പിടിച്ച് പേടിയോടെ കണ്ണുകൾ മുറുക്കെ പൂട്ടിയിരിക്കുന്ന വൈഗയിലായിരുന്നു. അവനൊരു പുച്ഛത്തോടെ അവളുടെ അടുത്തേക്ക് അടിവെച്ചു. അവൻ്റെ ഷൂവിൻ്റെ ശബ്ദം അടുക്കുന്തോറും അവളിൽ ഭയം നിറഞ്ഞു. അതിനനുസരിച്ചുള്ള വൈദുവിലുള്ള അവളുടെ പിടി മുറുകുകയായിരുന്നു. ഹലോ മിസ്റ്റർ, താനെന്തേ കാണിക്കുന്നത്? പുറത്തിറങ്ങണം. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടാണിത്. ആ വീട്ടിൽ ഞങ്ങൾ അനുവാദമില്ലാതെ കയറാൻ തനിക്കെങ്ങനെ ധൈര്യം വന്നു? ദേവകി ദേഷ്യത്തിൽ അവൻ്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് ചോദിച്ചു. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്നെ തടയാൻ നിൽക്കരുതെന്ന്. അത് വീണ്ടും പറയിപ്പിക്കരുത്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മാറി നിൽക്ക്. അത്യധികം ദേഷ്യത്തോടെ അവൻ ദേവകിയെ പിടിച്ച് തള്ളിയും അവർ ബാലൻസ് തെറ്റി നിലത്തേക്ക് നെറ്റിയടിച്ച് വീണിരുന്നു. അയ്യോ അമ്മ! പെട്ടെന്ന് വൈദുവിനെ വിട്ട് വൈഗ ഓടിച്ചെന്ന് ദേവികയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും മുന്നേ ശിവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു വെച്ചു. വിടന്നെ അമ്മ! അവൻ്റെ കയ്യിൽ കിടന്ന് കുതിര വൈകി അവൻ ദേഷ്യത്തിൽ തറപ്പിച്ചൊന്ന് നോക്കി. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടിയെറിയാൻ ഒരുങ്ങിയതും അവൻ തൻ്റെ പോക്കറ്റിൽ നിന്നും ഗണ്ണെടുത്ത് വൈദുവിന് നേരെ ഉയർത്തി. അവൾ ഞെട്ടലോടെ അവനെ നോക്കി. ഏട്ടാ, വേണ്ട വേണ്ട, എൻ്റെ ഏട്ടനെയും അമ്മയും ഒന്ന് ചെയ്യല്ലേ പ്ലീസ്. ഞാൻ വരാം. നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിച്ചോളാം. അവരൊന്നും ചെയ്യല്ലേ. അവൻ്റെ കയ്യിലൂടെ ഊർന്നിറങ്ങിയ കാലിൽ ചുറ്റിപ്പിടിച്ച് കരഞ്ഞു പോയി വൈഗ. എന്ന് എഴുന്നേറ്റു വാ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ ദയനീയമായി അമ്മയെയും ഏട്ടനെയും നോക്കി. എഴുന്നേറ്റു വരാൻ. അവളുടെ കയ്യിൽ തൂക്കിയെടുത്തുകൊണ്ട് ശിവൻ പുറത്തേക്ക് നടന്നു. മോളെ വൈഗ, എൻ്റെ വൈഗ! പേടിയോടെ അവളുടെ പിന്നാലെ ഓടിയിരുന്നു അമ്മയും വൈദുവും. അവരോടൊന്ന് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ശിവൻ അവളെ പിടിച്ച് വണ്ടിയിൽ കയറ്റി ഡോറടച്ചു. ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വണ്ടി റിവേഴ്സ് എടുത്ത് പോയി. അമ്മ, എൻ്റെ വൈഗ! അവൾ കണ്ണീരോടെ പോയി മറയുന്ന കണ്ടു നിന്ന വൈദു കരച്ചിലൂടെ അമ്മയുടെ നെഞ്ചിലേക്ക് ചാരി. അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് തേങ്ങാൻ മാത്രമേ അമ്മയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ. വൈദുവിനെ തനിച്ചാക്കി അവളുടെ പിന്നാലെ പോകാനായിരുന്നില്ല ആ അമ്മയ്ക്ക്. വൈഗയെയും കൊണ്ട് ശിവന്റെ കാറ് അവൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസിലെത്തി നിന്നു. അവൾ അപ്പോഴും കരയുമായിരുന്നു.
ശിവൻ അവളെ നോക്കി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. അവളെ കാറിൽ നിന്നും പിടിച്ചു വലിച്ചിറക്കി അകത്തേക്ക് നടന്നു. അവൻ്റെ മാത്രം ഗസ്റ്റ് ഹൗസ് ആയതിനാൽ അവിടെ അവനല്ലാതെ ആരും വരില്ലായിരുന്നു. വൈകിയെ പിടിച്ചു വലിച്ച് ശിവൻ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. ഡോറടച്ച് ലോക്ക് ചെയ്ത ശേഷം അവളെ ഭിത്തിയോട് ചേർത്ത് നിർത്തി അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നടി, എവിടെ പോയി ഒളിച്ചാലും നിന്നെ അവിടെ വന്ന് ഞാൻ തൂക്കിയെടുത്ത് കൊണ്ടുവരുമെന്ന്. എന്നിട്ടും ഒരു പേടിയില്ലാതെ നീ എൻ്റെ വാക്ക് ധിക്കരിച്ചു അല്ലേ? അതിനുള്ള ശിക്ഷ വൈകാതെ ഞാൻ നിനക്ക് തരും വൈക. ഇപ്പം മോള് വേഗം റെഡിയായി വന്നേ, നമുക്ക് കല്യാണം കഴിക്കണ്ടേ? അവളുടെ ദേഹത്തേക്ക് ചാഞ്ഞു നിന്നുകൊണ്ട് ശിവൻ പറയെ ഒന്ന് ഉച്ചത്തിൽ കരയാൻ പോലും കഴിയാതെ ശ്വാസം മുട്ടി പകച്ചു നിൽക്കുമായിരുന്നു വൈക. ഇനിയും എന്നിൽ നിന്നും രക്ഷപ്പെടാമെന്ന് നീ കരുതുന്നുണ്ടോ വൈക? കഴിയില്ല നിനക്കതിന്. കാരണം നിന്റെ വീട്ടിലേക്കുള്ള വഴി എനിക്ക് നന്നായി അറിയാം. അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ശിവൻ പറഞ്ഞു. വേണ്ട സർ, പ്ലീസ്, ഞാൻ അനുസരിച്ചോളാം. അവൻ്റെ വാക്കുകൾ തീർത്തു ഭയത്തിൽ ഞെട്ടലോടെ അവൾ അവൻ്റെ കയ്യിൽ നിന്നും യാചിച്ചു. എന്നാ നിനക്ക് നല്ലത്. അത്രയും പറഞ്ഞവൻ അവളുടെ തോളിലെ വസ്ത്രം നീക്കി ചെറുതായൊന്ന് കടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ തൻ്റെ ദേഹത്ത് തീർത്ത മുറിപ്പാടിനേക്കാൾ വേദനയുണ്ടായിരുന്നു അവളുടെ മനസ്സിൽ തീർക്കപ്പെട്ട വേദനയ്ക്ക്. വൈകിയോട് പറഞ്ഞിട്ട് ശിവൻ അവിടെയുള്ള മറ്റൊരു റൂമിലേക്ക് പോയി. അവളോട് പറഞ്ഞതോർക്കി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ ഫ്രഷായി വന്ന് റെഡിയായി കൊണ്ടിരുന്നപ്പോഴാണ് തൻ്റെ ഫോണിലേക്ക് നന്ദ കോൾ ചെയ്തേ. അവൻ സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ശിവ, നീ എവിടെയാ? നീ എന്തിനാ ഓഫീസിൽ വന്നിട്ട് തിരികെ പോയത്? ഇവിടെ ക്ലയൻറ്റ് വന്നിട്ടുണ്ട്, നിന്നെ കാണാനായി വെയിറ്റിംഗ് ആണ് ശിവ. ഫോൺ ചെവിയോട് ചേർത്തതും നന്ദൻ്റെ വാക്കുകൾ കേട്ടവൻ തലയിൽ കൈവച്ചു പോയി. ശരിക്കും വൈകിയെ കാണാത്തതിലുള്ള ദേഷ്യത്തിൽ അവളെ കാണാൻ ഓടിപ്പിടിച്ചു വന്നപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ കാര്യവും ക്ലയൻസിൻ്റെ കാര്യവും അവരുമായിട്ടുള്ള മീറ്റിങ്ങും ടെൻഡറും എല്ലാം അവൻ മറന്നുപോയി. നീ എന്തൊന്നും മിണ്ടാത്തേ? അവനിൽ നിന്നും പ്രതികരണമൊന്നുമില്ലാതെ നന്ദൻ വീണ്ടും ചോദിച്ചു. ഞാൻ വരാം നന്ദ, അതുവരെ നീ അവരെ ഒന്ന് മാനേജ് ചെയ്യ് പ്ലീസ്. ശിവൻ നന്ദനോട് പറഞ്ഞു. ശരി, വേഗം എത്തണം. ഒരു അരമണിക്കൂർ. അത്രയും പറഞ്ഞ് ശിവൻ കോള് കട്ടാക്കി. ശേഷം വേഗം റെഡിയായി ഫോണും എടുത്ത് വൈകിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ അപ്പോഴും കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെയും വിതുമ്പുന്ന ചുണ്ടുകളോടെയും ആ ബെഡിൽ തന്നെ ഇരിക്കുമായിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണി ശിവന് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി. വൈക! ദേഷ്യത്തോടെയുള്ള ശിവന്റെ ഒച്ച കേട്ടവൾ ഞെട്ടി എഴുന്നേറ്റു. നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് മോങ്ങുന്നേ? അതിന് ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. ഇനി എൻ്റെ മുന്നിൽ നിന്ന് കണ്ണ് നിറച്ച എൻ്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. കണ്ണു തുറക്കടി. അവൻ ദേഷ്യത്തിൽ അലറിയതും അവൾ പേടിയോടെ കണ്ണുകൾ അമർത്തി തുടച്ചു. വേഗം റെഡിയായി വാ, ഒരു മീറ്റിംഗ് ഉണ്ട്, പെട്ടെന്ന് വേണം. മറ്റെങ്ങോ നോക്കി തനിക്കു നേരെ ഓർഡർ ഇടുന്നവനെ അവൾ തല ഉയർത്തി നോക്കി. എന്താടി നോക്കുന്നേ? വേഗം പോയിട്ട് വരാൻ. അവളുടെ നോട്ടം കണ്ടതും അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവൻ്റെ അലർച്ചയിൽ പേടിച്ചവൾ വാഷ്റൂമിലേക്ക് ഓടിയിരുന്നു. അവളുടെ ഓട്ടം കണ്ട് ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ ശിവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ വേഗം റെഡിയായി വന്ന് താഴേക്ക് ചെന്നു. അവളെ കണ്ടതും അവൻ വീണ്ടും ദേഷ്യത്തിൽ അലറി. അവൻ്റെ നോട്ടം കണ്ടു പരുങ്ങളോടെ അവൾ പിന്നിലേക്ക് നീങ്ങി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. അവൾ സംശയത്തോടെ നോക്കിയതും അവൻ ഡ്രസ്സിംഗ് ടേബിൾ തുറന്ന് ഓറഞ്ച് നിറത്തിലുള്ളൊരു സാരി എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൾ സാരിയും അവനെയും മാറി മാറി നോക്കി. വേഗം വേണം. അവളുടെ നോട്ടം കണ്ടതും അവൻ ഒച്ചയുയർത്തി. അവൾ തലയാട്ടിയതും അവൻ വാതിലടച്ച് പുറത്തേക്ക് പോയി. അവൻ പോയതും അവൾ സാരി നിവർത്തി നോക്കി. നല്ല വർക്ക്സ് ഉള്ള ലൈറ്റ് ഓറഞ്ച് കളർ സാരിയായിരുന്നു അത്. അവൾ അതിന് മുകളിലൂടെ വിരലുകൾ ഓടിച്ചു. ശേഷം പെട്ടെന്ന് തന്നെ സാരി വൃത്തിയിൽ ഞൊറിഞ്ഞെടുത്ത് റെഡിയായി താഴേക്ക് ചെന്നു. ഇനിയും വൈകിയാൽ അവൻ ഉറഞ്ഞു തുള്ളും. അവൾ താഴേക്ക് ചെന്നതും ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് അവളെ ഒന്ന് നോക്കി ശിവൻ കാറിനടുത്തേക്ക് നടന്നു. അവൾ അവൻ്റെ പിന്നാലെ ചെന്നു. അവൾ കയറിയതും ശിവൻ കാറ് തൻ്റെ ഓഫീസിലേക്ക് വിട്ടു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞതും ശിവന്റെ വാഹനം ഓഫീസ് കോമ്പൗണ്ടിൽ എത്തി നിന്നു. വണ്ടി നിർത്തിയതും വേഗം ഇറങ്ങി ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. സെക്യൂരിറ്റി ഡോറ് തുറന്നു കൊടുത്തതും ശിവൻ പുറത്തേക്ക് ഇറങ്ങി. ശിവൻ സൺഗ്ലാസ് കണ്ണിൽ ഉറപ്പിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഒപ്പം തൻ്റെ കയ്യിലിരുന്ന ഫയൽ അവൻ വൈകിക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി അവൻ്റെ പിന്നാലെ ചെന്നു. എപ്പോഴാണ് അവളെ കൊണ്ടുപോയത് അമ്മായി? എന്നാൽ രാത്രി തന്നെ എന്നോട് പറയായിരുന്നില്ല അമ്മായിക്ക്? ഞാൻ വൈകിക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിരുന്നല്ലോ. മണ്ടത്തരായിപ്പോയി. അല്ലെങ്കിൽ തന്നെ എന്തായത്, വെള്ളരിക്ക പട്ടണോ? കേട്ടപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല. വൈകിയുടെ അച്ഛൻ്റെ സഹോദരൻ്റെ മകൻ ഋഷികേഷ് വിമൽ നാരായണൻ IPS ഓഫീസറാണ്. ആൾ വിവരങ്ങൾ അറിഞ്ഞ് വൈകിയുടെ വീട്ടിലേക്ക് എത്തിയിരുന്നു. മോനെ, ഇത്രയ്ക്ക് ഞാൻ വിചാരിച്ചില്ലടാ. അതാണ് ഞാൻ എത്ര തടഞ്ഞിട്ടും എൻ്റെ കുഞ്ഞിനെ അവൻ.
വിതുമ്പിക്കൊണ്ട് ദേവിക പറയവേ അവൻ അവരുടെ മുഖത്തേക്ക് വേദനയോടെ ഒന്ന് നോക്കി. എന്നിട്ട് വൈദുവേട്ടൻ എവിടെ? അവൻ ദേവികയെ നോക്കി ചോദിച്ചു. വൈദുവും ഋഷിയും തമ്മിൽ 3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഋഷിയുടെ അച്ഛനും അമ്മയും എല്ലാം അബ്രോഡാണ്. അച്ഛൻ വിമൽ നാരായണൻ അവിടെ ബിസിനസ്മാനാണ്. ഒരു സഹോദരി ഋഷിക വിമൽ നാരായണൻ MBBS പഠിക്കുവാണ് നാട്ടിൽ തന്നെ. വൈഗയുടെ അതേ പ്രായം. നാട്ടിൽ രണ്ടാളും അവരുടെ അമ്മയുടെ തറവാട്ടിലാണ് നിന്നിരുന്നത്. അവിടെ മുത്തശ്ശിയും മുത്തശ്ശനുമുണ്ട്. ഇത്ര നേരം വൈകുന്ന വിളിച്ചു കരച്ചിലായിരുന്നു. കുറച്ചു മുൻപാ ഒന്ന് ഉറങ്ങിയത്. അവളില്ലെങ്കിൽ എൻ്റെ കുഞ്ഞൊരു ആഹാരവും കഴിക്കില്ല. അതാ എനിക്ക് വിഷമം. അവളെ കാണാതിരിക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. ഞാൻ എന്ത് ചെയ്യും മോനെ? കരഞ്ഞുകൊണ്ട് പറയുന്നവരെ സങ്കടത്തോടെ അവൻ നോക്കി. അമ്മായി സങ്കടപ്പെടാതെ, വൈക വരും. ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കല്ലേ അമ്മായി, ഞാൻ കൊണ്ടുവരും. ഞാനല്ലേ പറയണേ, കരയാതെ. അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഋഷി മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു. ഇതേ സമയം അഗ്നിദുർഗയുടെ മുന്നിൽ ഒരു ബ്ലാക്ക് കളർ കാർ വന്ന് നിന്നു. ഗേറ്റ് അടിച്ച് സെക്യൂരിറ്റി ഓടി വന്ന് ഡോറ് തുറന്നു കൊടുത്തതും കാറിൽ നിന്നും അതിസുന്ദരിയായ ഒരു പെൺകുട്ടി പുറത്തേക്കിറങ്ങി. സെക്യൂരിറ്റിയെ നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറിപ്പോയി. അമ്മായി ഉറക്കെ വിളിച്ചുകൊണ്ട് അവൾ കയ്യിലിരുന്ന കവറുകളെല്ലാം സോഫയിലേക്ക് വെച്ചു. ആഹാ, ഇതാരെൻ്റെ മാളുട്ടി. നീ എവിടെയാ കൊച്ചേ? ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നിനക്കറിയുമോ? ആ പെൺകുട്ടിയെ കണ്ട ഉടനെ ചോദിച്ചു. ശിവന്റെ അമ്മ ചിരിയോടെയാണ് അവളോട് ചോദിച്ചത്. അതുകൊണ്ടല്ലേ ഞാനിങ്ങ് ഓടി വന്നത്. അവിടെ നിന്ന് തിരിയാൻ സമയമില്ല അമ്മായി, അതല്ലേ? ഒരു ചിരിയോടെ അവരുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. നീ എന്തെങ്കിലും കഴിച്ചോ? അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് ജാനകി ചോദിച്ചു. ഏയ് ഇല്ലമ്മായി, വേഗം എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും താ. വയറും തടവി പറയുന്നവളെ കൂട്ടി അവർ അടുക്കളയിലേക്ക് നടന്നിരുന്നു. ഈ സമയം ശിവന്റെ പ്രൊജക്റ്റ് അവനുമൊപ്പം വൈകിയും ചേർന്ന് പ്രസന്റ് ചെയ്യുവാണ്. എല്ലാവരും ആകാംക്ഷയോടെ അവരുടെ പ്രസന്റേഷൻ കേട്ടിരിക്കുവാണ്. ഒടുവിൽ എല്ലാവരോടും നന്ദി പറഞ്ഞ് പ്രൊജക്റ്റ് കൺക്ലൂഡ് ചെയ്തു. ശിവന്റെ അടുത്തായി തന്നെ അവൻ നിർബന്ധിച്ചതിനാൽ വൈകിയും ഇരുന്നു. എല്ലാവരും അവനെ അഭിനന്ദിക്കുവാണ്. ഇടയ്ക്കിടെ അവരുടെ ക്ലയൻറ്റ് സത്യജിത്തിന്റെ നോട്ടം വൈകിയിലേക്ക് പതിക്കുന്നത് ശിവൻ ശ്രദ്ധിച്ചു. അവളാണെങ്കിൽ ഇതൊന്നും അറിയാതെ ഫയലിലേക്ക് നോക്കിയിരിക്കുവാണ്. അത് കണ്ട് പല്ല് കടിച്ചുകൊണ്ട് ശിവൻ വൈകിയെ നോക്കി. എവിടെ? അവൾ ഫയലിൽ നോക്കിയിരിക്കുക തന്നെ. എന്താടാ? ശിവൻ സത്യനെ തറപ്പിച്ച് നോക്കിക്കൊണ്ട്. നന്ദൻ അവനെ തോണ്ടി വിളിച്ചു. നത്തിങ് ഡാ. പെട്ടെന്ന് അവനിൽ നിന്ന് നോട്ടം മാറ്റി പറഞ്ഞു ശിവൻ. പിന്നെയും ശിവൻ നോക്കുമ്പോൾ സത്യയുടെ കണ്ണുകൾ വൈകിക്ക് നേരെയായിരുന്നു. അവൻ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി അവനെ നോക്കി. മീറ്റിംഗ് കഴിയാതെ അവളെ പുറത്തേക്ക് പറഞ്ഞയക്കാൻ കഴിയില്ലായിരുന്നു. അതിനാൽ ഒരു വിധത്തിൽ അവൻ തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചിരുന്നു. വൈഗ, ക്യാബിനിൽ നിന്നും ഞാൻ ഇന്നലെ പറഞ്ഞ ഫയൽ എടുത്തിട്ട് വാ. മീറ്റിംഗ് കഴിഞ്ഞതും ശിവൻ വൈഗയോടായി പറഞ്ഞു. സർ, ഏത് ഫയലാണ്? എനിക്ക് മനസ്സിലായില്ല. പേടിയോടെയെങ്കിലും അവൾ ചോദിച്ചതും അവൻ അവളെ ഒഴിപ്പിച്ചൊന്ന് നോക്കി. പുറത്തു പോ. ഒച്ച താഴ്ത്തി അവളുടെ കാതോരം ശിവൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവൾ അവനെ നോക്കി തലയാട്ടി. വേഗം അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. അപ്പോഴും അവൾ പോകുന്നത് സത്യ നോക്കി നിൽക്കുമായിരുന്നു. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയതും ശിവൻ പുറകിൽ നിന്നും സത്യനെ വിളിച്ചു. മിസ്റ്റർ സത്യജിത്ത് മേനോൻ, താങ്കൾ ഇവിടെ വന്നത് മീറ്റിംഗ് അപ്പീൽ പങ്കെടുക്കാനാണോ അതോ പെൺകുട്ടികളെ വായി നോക്കാനാണോ? ശിവന്റെ ഗംഭീരമായ ശബ്ദം കേട്ട് സത്യ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. മനസ്സിലായില്ല. അത്രയും പറഞ്ഞ് ശിവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി സത്യ. വൈക, അവൾ എൻ്റെ PA ആണ്. അങ്ങനെ വഴിയെ പോകുന്നവർക്ക് കണ്ടു രസിക്കാനല്ല അവളെ ഞാൻ ഇവിടെ ജോലിക്ക് വെച്ചിരിക്കുന്നത്. കയ്യിലെ മുഷ്ടി ചുരുട്ടി പിടിച്ച് സത്യയെ നോക്കി കടുപ്പിച്ചു പറഞ്ഞു ശിവൻ. വൈക തൻ്റെ PA മാത്രമല്ലേ, അല്ലാതെ നിന്റെ ഭാര്യയൊന്നും അല്ലല്ലോ നീ ഇത്രയും രോക്ഷം കൊള്ളാൻ. സത്യ പരിഹാസത്തോടെ ശിവനെ നോക്കി പറഞ്ഞതും ശിവൻ ദേഷ്യം വരാൻ തുടങ്ങി. എങ്കിലും ദേഷ്യം കടിച്ചു പിടിച്ചു നിന്നു. അപ്പൊ താൻ എന്താണ് പറഞ്ഞു വരുന്നത്? ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ശിവൻ സത്യയോടായി ചോദിച്ചു. തൻ്റെ വെറും ജോലിക്കാരിയല്ലേ വൈക, അതുകൊണ്ട് തന്നെ ഞാൻ നോക്കും. അല്ലെങ്കിലും അവളെ കണ്ട ആരെ നോക്കാത്തെ? അത്രക്ക് അടിപൊളിയല്ലേ അവളുടെ ഐശ്വര്യം തുളുമ്പുന്ന മുഖവും ചിരിയും. പിന്നെ അത്രയും പറഞ്ഞ് സത്യം ഒന്ന് നിർത്തി ശിവന്റെ മുഖത്തേക്ക് നോക്കി. ഇപ്പോൾ പൊട്ടുമെന്ന അവസ്ഥയിലാണ് അവൻ്റെ നിൽപ്പ്. എങ്കിലും അതൊന്നും വകവയ്ക്കാതെ സത്യ വീണ്ടും തുടങ്ങി. ആ വടിവൊത്ത ശരീരം കാണാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വരുന്നത് തന്നെ. പിന്നെ ഇന്ന് അവൾ ഓറഞ്ച് നിറത്തിലുള്ള സാരിയിൽ എന്തൊരു ഭംഗിയാ ശിവ അവളെ കാണാന്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഒരു രാത്രി എനിക്കവളെ. ഡോ, സത്യ പറഞ്ഞു തീരും മുൻപേ ശിവൻ അലർച്ചയോടെ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പെട്ടെന്നുള്ള അവൻ്റെ അറ്റാക്കിൽ അവൻ പുറകിലേക്ക് തെറിച്ചു വീണു.
സത്യന്റെ വാക്കുകൾ വീണ്ടും കാതിൽ അലയടിച്ചതും ദേഷ്യത്തോടെ ശിവൻ ഒരു വശത്ത് കിടന്ന ചെയർ തൂക്കിയെടുത്ത് അവന് നേരെ നടന്നെടുത്തു. സത്യൻ പേടിയോടെ പിന്നിലേക്ക് നിരങ്ങി നീങ്ങുമ്പോഴേക്കും ശിവൻ ചെയർ കൊണ്ട് അവന്റെ തലയിലടിച്ചു. ഈ സമയം ശിവന്റെ ക്യാബിനിരുന്ന് വൈകിക്ക് ഒരു കോള് വന്നു. ഒഫീഷ്യൽ കോളായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവനെ വിളിക്കാനായി പെട്ടെന്ന് വാതിൽ തുറന്ന വൈക ഫോണുമായി അകത്തേക്ക് കയറി. അകത്ത് കയറി അവൾ കാണുന്നത് നിലത്ത് കിടന്ന് സത്യനെ ചെയറെടുത്ത് അടിക്കുന്ന ശിവനെയായിരുന്നു. അവൾ പേടിയോടെ ഒരു നിമിഷം നോക്കി നിന്നു. ശേഷം പെട്ടെന്ന് ബോധം വന്നവൾ ശിവന്റെ അടുത്തേക്ക് ഓടി. സർ, എന്താ ഇത്? മതി, ഇനി അയാളെ അടിച്ച അയാൾ ചത്തുപോകും. പ്ലീസ് സർ, വാ പോവാം. പെട്ടെന്ന് എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ വൈകി അവനെ പിടിച്ച് പുറകിലേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ശിവൻ അവളെ തിരിഞ്ഞു നോക്കി. ശേഷം ചെയർ ഒരു വശത്തേക്ക് എറിഞ്ഞു. നിനക്കെന്താടി ഈ തെണ്ടിയോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെങ്കിൽ ഇപ്പൊ പോയിക്കോണം എൻ്റെ മുമ്പീന്ന്. ദേഷ്യത്തോടെ ശിവൻ അലറി. പിന്നെ എൻ്റെ കൺമുന്നിൽ നിന്നെ കൊണ്ടുപോവരുത്. അവളുടെ കൈ പിടിച്ച് പുറകിലേക്ക് വെച്ചുകൊണ്ട് ശിവൻ അവൾക്ക് നേരെ അലറിയിരുന്നു. അവൻ്റെ വന്യമായ ഭാവത്തിൽ അവൾ വിറച്ചുപോയി. സർ, എന്തൊക്കെ പറയുന്നേ? ഞാൻ അത്രക്കാരിയല്ല. അവനെ പേടിയുണ്ടെങ്കിലും അവൻ്റെ വാക്കുകളിൽ തോന്നിയ ദേഷ്യത്തിൽ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. അവൻ ദേഷ്യത്തോടെ താഴ്ന്നു വന്ന് അവളുടെ ചുണ്ടിൽ കടിച്ചൊന്ന് വിട്ടതും അവൾ അറിയാതെ വിളിച്ചുപോയി. ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സത്യന് നേരെ തിരിഞ്ഞു ശിവൻ. ഇനി മേലാൽ നിന്റെ ഈ ദുഷിച്ച കണ്ണുകൊണ്ട് ഇവിടെ നോക്കിയാലുണ്ടല്ലോ കൊന്നു കളയും ഞാൻ. ഇത് ശിവനാ പറയുന്നേ, മനസ്സിലായോടാ പന്ന മോനെ. അത്യധികം ദേഷ്യത്തോടെ സത്യനെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവൻ വൈകിയെയും കൂട്ടി പുറത്തേക്ക് നടന്നു. അവൾ അപ്പോഴും ഒന്നും മനസ്സിലാവാതെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുമായിരുന്നു. എന്താടി നോക്കുന്നേ? അവൾ ചുമൽ കുലുക്കിക്കൊണ്ട് പറയവേ അവൻ പല്ല് കടിച്ച് അവളെ നോക്കി. പോയി പണിയെടുക്കടി. തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവളെ നോക്കി അവൻ അലറിയതും അവൾ ചെവി പൊത്തി പിടിച്ചുകൊണ്ട് ക്യാബിനിലേക്ക് ഓടി. പൊട്ടിപ്പെണ്ണ്. അവളുടെ ഓട്ടം കണ്ട് ചിരിയോടെ സ്വയം പറഞ്ഞുപോയി ശിവൻ. ശിവേട്ടൻ എപ്പോഴാ വരുന്നേ അമ്മായി? ഫുഡ് കഴിക്കുന്നതിനായി മാളൂട്ടി ചോദിച്ചു. ഓ, അപ്പോൾ നീ എന്നെ കാണാനല്ല വന്നത്, നിന്റെ മുറച്ചെറുക്കനെ കാണാൻ വന്നതാണല്ലേ? അമ്മായി കളിയോടെ പറഞ്ഞു. ജാനകി ചിരിയോടെ ചോദിച്ചതും അവൾ നാണത്തോടെ തലകുനിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങി. ജാനകിയുടെ സഹോദരൻ ജയദീപ് ദേവിൻ്റെ ഒരേയൊരു മകൾ അമ്മ ദയ്യ. ജയദീപ് ബിസിനസ്മാനാണ്. ശ്രേയപ്പു ഏരീസ് എന്ന അവരുടെ തന്നെ ഫാഷൻ ഡിസൈനിങ് കമ്പനിയുടെ MD ആണ്. കുഞ്ഞിലേ മുതൽ ശിവനിൽ അവൾക്കൊരു കണ്ണുണ്ട്. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. അല്ലെങ്കിലും കെട്ടുപ്രായമായ ആൺമക്കളുള്ള അമ്മമാർക്ക് ഇതൊക്കെ കാണേണ്ടി വരും. ചുണ്ടിലൊരു ചെറുചിരിയോടെ ജാനകി പറഞ്ഞതും മാളു ചിരിയോടെ മുഖം കുത്തിയിരുന്നു. അവൾക്കെന്തു നാണം. പോവാമായി, കളിയാക്കാതെ. അവരിങ്ങ് വരട്ടെ, നമുക്ക് വഴിയുണ്ടാക്കാം. ജാനകി ചിരിയോടെ അവളുടെ തലയിൽ പതിയെ തഴുകി. ഈ സമയം അഗ്നിദുർഗ ഇൻഡസ്ട്രീസിന് മുന്നിൽ ഋഷിയുടെ പോലീസ് വാഹനം വന്നിരുന്നു. വണ്ടിയുടെ മുൻസീറ്റിൽ നിന്ന് പോലീസ് യൂണിഫോമിൽ ഋഷി പുറത്തേക്ക് ഇറങ്ങി. സെക്യൂരിറ്റീസ് എല്ലാം സംശയത്തോടെ നോക്കി. അവൻ അവരെയെല്ലാം ഒന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി. മിസ്റ്റർ ശിവദേവ് ശ്രീവാസൻ, റിസപ്ഷൻ ചെന്നവർ അവിടെയുള്ള പെൺകുട്ടിയോടായി ചോദിച്ചു. വൈ സർ? ആ പെൺകുട്ടി തിരിച്ചു ചോദിച്ചു. ഐ വാണ്ട് ടു മീറ്റ് ഹിം, ഇറ്റ്സ് പേഴ്സണൽ. ഗൗരവത്തോടെ ഋഷി പറഞ്ഞു. ഓക്കെ സർ, ക്യാൻ യു പ്ലീസ് വെയിറ്റ് ഫോർ സം ടൈംസ്? യാ ഷുവർ. ഓക്കെ, പ്ലീസ് ബി സീറ്റഡ് സർ. ആ പെൺകുട്ടി ഒരു വശത്തെ ചെയർ ചൂണ്ടി പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി അതിലേക്കിരുന്നു. ആ പെൺകുട്ടി ഉള്ളിലേക്ക് കയറിപ്പോയി. ഋഷി നെഞ്ചത്ത് കൈ പിണച്ചു കെട്ടിയിരുന്ന് ശിവനെ കാണാനുള്ള ആകാംക്ഷയോടെ. സർ, പ്ലീസ് കം. ശിവന്റെ ക്യാബിനിലേക്ക് പോയ പെൺകുട്ടി തിരികെ വന്ന് ഋഷിയെ വിളിച്ചു. അവളുടെ വിളി കാതോർത്തിരുന്ന പോലെ അവൻ എഴുന്നേറ്റ് അവളുടെ പിന്നാലെ ചെന്നു. ഇവിടെ ഇരുന്നോളൂ സർ, ഇപ്പോൾ വരും. അവൾ ഋഷിയെ ഗസ്റ്റ് റൂമിലേക്ക് ഇരുത്തി പറഞ്ഞു. അവൻ തലയാട്ടി സോഫയിലേക്കിരുന്നു. സർ, ടീ ഓർ കോഫി? നോ താങ്ക്സ്. ഋഷി ചിരിയോടെ പറഞ്ഞതും അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞതും ഋഷിയുടെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് ശിവൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി വന്നു. അവനെ കണ്ടതും ഋഷി അടിമുടിയൊന്ന് നോക്കി. മിസ്റ്റർ ഋഷിയേഷ് നാരായണൻ? സംശയത്തോടെ അവൻ്റെ എതിർവശത്ത് കിടന്ന് സോഫയിൽ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നു കൊണ്ട് ശിവൻ ചോദിച്ചു. യെസ്, ഐ ആം. ഋഷി അവൻ്റെ പ്രവൃത്തികൾ വീക്ഷിച്ചുകൊണ്ട് മറുപടി നൽകി. ടെൽ മീ ഋഷി, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? തികച്ചും ഒഫീഷ്യലായി ശിവൻ കണ്ണിൽ വെച്ചിരുന്ന ഗ്ലാസ് എടുത്തുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വേർ ഈസ് വൈഗ? ഒരു മുഖവരെയുമില്ലാതെ ഋഷി ശിവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ഗൗരവത്തിൽ ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് വൈഗയെ കാണുന്നത്?
അതേ ഗൗരവത്തോടെ ശിവൻ ചോദിച്ചു. വൈഗ എന്ന പേര് കേട്ടതും ശിവന്റെ ഭാവം മാറുന്നത് ഋഷി വ്യക്തമായി കണ്ടു. ഷീ ഈസ് മൈ ഫിയാൻസി, ഐ നീഡ് ടു സീ ഹെർ. ഋഷി ഗൗരവത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നു. ഋഷിയുടെ വാക്കുകൾ ശിവനിൽ വല്ലാത്ത ദേഷ്യം നിറച്ചു. അവൻ മുഷ്ടി ചുരുട്ടി ചാടി എഴുന്നേറ്റു. ഋഷി ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അതേ ഇരിപ്പ് തുടർന്നു. പറ്റില്ല, ദേഷ്യം നിയന്ത്രിക്കാൻ പാടുപെട്ടുകൊണ്ട് ശിവൻ പറഞ്ഞു. എന്തുകൊണ്ട് പറ്റില്ല? ഞാൻ താലി കെട്ടാൻ പോകുന്ന എൻ്റെ പെണ്ണിനെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ അവളുടെ മേൽ തനിക്കെന്ത് അവകാശമാണുള്ളത്, മിസ്റ്റർ ശിവദേശ് ശ്രീനിവാസൻ? ഋഷിയും ദേഷ്യത്തോടെ തന്നെ ശിവനോട് പറഞ്ഞു. ശിവന്റെ അതേ ദേഷ്യത്തിൽ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ഋഷി കലിപ്പിലാണ് ചോദിക്കുന്നത്. അവൾ എൻ്റെ PA ആണ്. അങ്ങനെ വഴിയെ പോകുന്നവർക്കൊന്നും കയറി കാണാൻ പറ്റില്ലെൻ്റെ വൈകയെ. തനിക്ക് പോകാം. പുറത്തേക്ക് ഇറങ്ങി പോകാൻ ഒരുങ്ങിക്കൊണ്ട് ശിവൻ പറഞ്ഞു. എന്നെ കാണണ്ട എന്നൊരു വാക്ക് അവൾ പറയട്ടെ, അപ്പൊ ഞാൻ ആരും പറയാതെ തന്നെ പോകും ശിവദേവ്. ശിവന്റെ പോക്ക് കണ്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഋഷി അലറി. ശിവൻ തിരിഞ്ഞവന്റെ മുഖത്തേക്കൊന്ന് നോക്കി കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഋഷി അതിയായ ദേഷ്യത്തോടെ സോഫയിലേക്കിരുന്നു. ശിവൻ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ വൈഗ ഏതോ ഫയൽ ക്ലിയർ ആക്കുന്ന തിരക്കിലായിരുന്നു. അവൻ കുറച്ചു സമയം വാതിൽക്കൽ വൈഗയെ തന്നെ നോക്കി നിന്നു. ശേഷം ഋഷിയുടെ വാക്കുകൾ കാതിൽ മുഴങ്ങിയതും അവൻ ദേഷ്യത്തിൽ അകത്തേക്ക് കയറി. വൈഗ! തൊട്ടടുത്ത് നിന്ന് ശിവന്റെ അലർച്ച കേട്ടതും അവൾ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. പെട്ടെന്ന് ചാടി എണീറ്റതും ഫയൽ താഴേക്ക് പോയി. ഓ, ഇങ്ങർക്കൊന്ന് പയ്യെ വിളിച്ചൂടെ? മനുഷ്യന്റെ ചെവിക്കല്ലിപ്പോൾ പൊട്ടിപ്പോയേനെ. മനസ്സിൽ അവനെ സ്മരിച്ചുകൊണ്ട് നിലത്തുനിന്നും ഫയൽ എടുത്തുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവൾ. അവളിൽ അപ്പോഴും ഭയം നിഴലിച്ചിരുന്നു. അവൻ ആരോടി നിന്റെ? അത്യധികം ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൾക്ക് നേരെ ചീറി അവൻ. ഇങ്ങേരുത്, എവന്റെ കാര്യവാ ചോദിക്കുന്നേ എന്ന സംശയത്തിൽ അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരുന്നു. ആരുടെ കാര്യമാ സാർ ചോദിക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല. അവന്റെ ഭാവം വരുത്തിയ പേടിയിൽ വിക്കലോടെ അവൾ അവനോടായി ചോദിച്ചു. ഋഷികേഷ് നാരായണൻ ആരാ നിന്റെ എന്ന് ശിവൻ പല്ല് കടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. എൻ്റെ ചെറിയച്ഛൻ്റെ മോന. വിറയലോടെ അത്യധികം പേടിയോടെ തന്നെ അവൾ അവനോട് മറുപടി നൽകി. അതുമാത്രമാണോടി നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ശിവൻ ചോദിക്കവേ അവളൊന്ന് വിറച്ചു. അത് സത്യമറിഞ്ഞ ശിവന് ഋഷി എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയമായിരുന്നു. പറയടി പുല്ലേ! അവൻ്റെ അലർച്ച കേട്ട് അവളുടെ ഉള്ളൊന്ന് കിടുങ്ങി. എന്നെ കെട്ടാൻ പോകുന്ന ആളാണ്. വിറയലോടെ തന്നെ വൈഗ അവനോട് മറുപടി പറഞ്ഞു.